സോഷ്യൽ മീഡിയയിൽ താരമായി നിൽക്കുന്ന പേളി മാണിയെ കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ്? എത്ര പേർക്ക് അവരെ ഇഷ്ടമാണ്, എത്ര പേർക്ക് അവരെ ഇഷ്ടമല്ല? പലർക്കും പല ഇഷ്ടങ്ങളായിരിക്കും. ഞാൻ അവരുടെ ആദ്യമൊക്കെ വീഡിയോസ് ഒക്കെ കാണുമായിരുന്നു. അവരുടെ കുഞ്ഞുങ്ങളുടെ വീഡിയോകളൊക്കെ, കുഞ്ഞുങ്ങളെ വെച്ചിട്ടുള്ള വീഡിയോകളൊക്കെ കാണാനായിട്ടൊക്കെ നല്ല രസമാണ്. അവർക്ക് മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉണ്ട്. അപ്പൊ ഇപ്പോൾ പ്രൊട്ടസ്റ്റ് നടന്നല്ലോ ഡൽഹിയിൽ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പേളി മാണിയുടെ പേര് പലതിലും കേൾക്കുന്നുണ്ട്, പല സോഷ്യൽ മീഡിയയിലും കേൾക്കുന്നുണ്ട്. പേളി മാണി എയറിൽ പോയി, പേളി മാണി അങ്ങനെ പറഞ്ഞു, പേളി മാണി ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. പലവരുടെയും വീഡിയോകളെല്ലാം നോക്കിയപ്പോൾ പലതിനകത്ത് പല രീതിയിലാണ് പറയുന്നത്. എനിക്ക് അങ്ങോട്ട് എന്താണെന്ന് വ്യക്തമായിട്ട് ഈ പേളിമാണി എന്താണ് ചെയ്ത കുറ്റമെന്നൊന്നും എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ കുറേ വീഡിയോകളൊക്കെ കണ്ടപ്പോഴത്തേന് എനിക്ക് മനസ്സിലായത് പേളിമാണി ഈ പ്രൊട്ടസ്റ്റിനെ അനുകൂലിച്ചുകൊണ്ടും അതല്ല പ്രതികൂലിച്ചുകൊണ്ടും വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട കളറും കാവി കളറാണ്, നിങ്ങൾ ഇങ്ങനെ അവിടെ പോയി കിടന്ന് അടി കൊള്ളുന്ന എന്തിനാ, നിങ്ങൾക്ക് വീട്ടിൽ പോയിരുന്നൂടെ, അല്ലെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് പേളിമാണി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പേളിമാണിയുടെ മക്കൾക്ക് ഇപ്പൊ എൻട്രൻസ് എക്സാം എഴുതണ്ടേ, നീറ്റ് എഴുതണ്ടേ ഒന്നും ആവശ്യമൊന്നുമില്ല. പേളിമണിയുടെ കയ്യിൽ ഇഷ്ടം പോലെയും പൈസയുണ്ട്. അവരെ ദുബായിൽ വരെ അവർക്ക് പ്രോപ്പർട്ടി മേടിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് പേളിമണിയുടെ മക്കളെ ദുബായിൽ വിട്ടോ അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിൽ വിട്ടോ പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്. ഈ പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്തതിൽ ഭൂരിഭാഗം കുട്ടികളും സാധാരണക്കാരായിട്ടുള്ള, അതായത് കൂലിപ്പണി എടുക്കുന്ന ആൾക്കാരുടെ മക്കളൊക്കെ ആയിരുന്നു. അപ്പൊ അവർക്കൊന്നും പുറത്തു പോയി പഠിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല. അപ്പൊ അതുകൊണ്ട് അവര് അവിടെ സമരം ചെയ്തു. നമ്മളെല്ലാവരും ആ സമരത്തെ അനുകൂലിക്കുന്നു. കാരണം നമ്മളെല്ലാവരും സാധാരണക്കാരാണ്. പേളിമാണി അങ്ങനെയൊക്കെയുള്ള ഹൈ ക്ലാസ്സിൽ നിൽക്കുന്ന, അതായത് നല്ല സാമ്പത്തികപരമായിട്ട് നല്ല ഉയർന്ന നിലയിൽ നിൽക്കുന്ന അവർക്കൊന്നും ഇപ്പൊ ഈ ഒരു സമരത്തിന്റെ പ്രാധാന്യം എന്താണെന്നോ അല്ലെങ്കിൽ ഈ സമരം നടത്തിയിട്ടും അവർക്ക് വലിയ കാര്യമൊന്നുമില്ല. ഈ എഡ്യൂക്കേഷൻ വ്യവസ്ഥ ഇപ്പൊ ഇത്ര നല്ലതല്ലാന്ന് വിചാരിച്ചിട്ടും അവരെയൊന്നും അതൊന്നും ബാധിക്കില്ല. അതുകൊണ്ടായിരിക്കും പേളിമാണി അങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അപ്പം പിന്നീട് ഞാൻ അറിയുന്നു പേളിമാണി ഒരു സംവിധായകനെ, അതായത് വളരെ പ്രശസ്തിയിൽ നിൽക്കുന്ന ഒരു സംവിധായകനെ, നിങ്ങൾ അത്ര പ്രശസ്തിയിലുള്ള സംവിധായകനൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടാണ്. അത് സിബി മലയിലിനെയാണ്. അപ്പൊ ഇതിന്റെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ എനിക്ക് ഒരു വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നമുക്ക് അന്നേരം ആ ഒരു വീഡിയോ കാണാം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പേളിമണിയെ ഇങ്ങനെ സൈബർ ആക്രമണം നടത്തുന്നത്. 5.7 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നത് ആളുകളെ കൂടി അൺഫോളോ ചെയ്തിപ്പോൾ 5.6 മില്യൺ ഫോളോവേഴ്സ് മാത്രമായി. ഇവർ ഡൽഹിയിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് ഒരു വിചിത്രമായ പിന്തുണ കൊടുത്തു. അതായത് വിദ്യാർത്ഥികളെ പിന്തുണക്കുമെന്ന് പറയും ചെയ്യുന്നുണ്ട്. എനിക്കിഷ്ട നിറം കാവ്യാണ്, അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം സമരം മതിയാക്കി വീട്ടിൽ പോകും. ഇങ്ങനെ ഒരു വിചിത്രമായ ഒരു പിന്തുണ. അതായത് പിന്തുണക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പിന്തുണക്കുന്നുണ്ട്. ഇന്ന സ്ഥലത്തിൽ ഈ ആര് സർക്കാരിനാണ് പിന്തുണക്കുന്നത്. അപ്പോൾ വലിയ ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ സർക്കാർ എന്താ പറയുക കാശ് കൊടുത്തിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണമുണ്ട്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ ഇത്തരം ഇൻഫ്ലുവൻസർമാർക്ക് മടി. ഇതോടുകൂടി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഇവർ ചോദ്യം ചെയ്തതോടുകൂടി അവരെയൊക്കെ ബ്ലോക്ക് ചെയ്തു. ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ എന്നെ പേളിമാണി ബ്ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ക്യാമ്പയിൻ തുടങ്ങി. അതിനിടക്കാണ് സിബി മലയിൽ എന്ന് പറയുന്ന കേരളത്തിൻ്റെ പ്രശസ്ത സംവിധായകൻ്റെ മകൻ ഒരു 7-8 പേജുള്ള ഒരു സ്റ്റോറി ഇട്ടു. ആ സ്റ്റോറി പേളിമാണിയുടെ കുട്ടിയൊക്കെ അധിക്ഷേപിക്കുന്ന രീതിയിലായിരുന്നു. ഈ കുട്ടിയെ വെച്ചിട്ടൊന്നും കാശുണ്ടാക്കിയ ഒരാളല്ല, അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് മറുപടി കൊടുത്തതാണ് പേളിമാണി. കുടുങ്ങി മറുപടി കൊടുത്തത് നിന്നെപ്പോലെ അപ്രശസ്തനായ സംവിധായകൻ എന്ന് പറഞ്ഞത് ഈ ഒരു സിബി മലയിലെ മകനെയാണ്, പക്ഷെ അത് സിബി മലയിലെയാണ് എന്ന രീതിയിലായിപ്പോയി. ഈ സിബി മലയിലാണ് ഉദ്ദേശം എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ആ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ഒരു പഴുതുള്ള രീതിയിലാണ് ഈ പറഞ്ഞത്. സംഗതി കയ്യിൽ നിന്ന് പോയി. പേളിമാണി സിബി മലയിലിനെ അറ്റാക്ക് ചെയ്തു. സിബി മലയിൽ എന്ന് പറഞ്ഞാൽ പറയുക കിരീടം, ദശരഥം, ഇങ്ങനെ ഒരുപാട് നല്ല സിനിമകൾ സംവിധാനം ചെയ്ത മലയാളത്തിൻ്റെ ഒരുപാട് ദേശീയ അവാർഡുകൾ പുരസ്കാരം നേടിയ ഭരതമടക്കമുള്ള സിനിമയുടെ സംവിധായകനാണ്. അതിനെയാണ് പേളിമാണി അപ്രശസ്തൻ എന്ന് പറയുന്നത്. അതോടുകൂടി ആളുകൾ അറ്റാക്ക് ചെയ്തു. അറ്റാക്ക് ചെയ്തത് ഇവർ 2-3 കാരണങ്ങളാണ്. ഒന്ന് ഈ പ്രൊട്ടസ്റ്റിന് ഇവർ പിന്തുണച്ചില്ല, അതുകൊണ്ട് ഒരു കൂട്ടർ ആക്രമണം. ഇനി ഇവർ പിന്തുണച്ചിരുന്നെങ്കിലോ അപ്പോൾ സംഘികൾ ആക്രമണം. എന്തായാലും സെലിബ്രിറ്റികൾക്ക് എന്ത് വന്നാലും സൈബർ ആക്രമണം ഉറപ്പാണ്. ഇപ്പോൾ മമ്മൂട്ടി ഈ പ്രൊട്ടസ്റ്റിനെ പിന്തുണച്ചു, ഗംഭീര സൈബർ ആക്രമണമാണ്. ടൊവിനോ തോമസിന്റെ മുൻപിൽ യുവമോർച്ച മാർച്ച് വരെ നടത്തി. ഇങ്ങനെ ആസിഫ് അലി, ഇങ്ങനെ എല്ലാ നടന്മാർക്കും സൈബർ ആക്രമണമുണ്ട്. ഇനി ഏതെങ്കിലും സെലിബ്രിറ്റികൾ പിന്തുണക്കാതിരുന്നാലോ അല്ലെങ്കിൽ അതിനെ അനുകൂലിച്ചാലോ അപ്പോഴും സൈബർ ആക്രമണമാണ്. എന്താണ് നിങ്ങളൊന്നും പറയാത്തതെന്ന് പറഞ്ഞു. പൃഥ്വിരാജ് ഒന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ സൈബർ ആക്രമണം. എവിടെ പോയി നിന്റെ നാവ്? സത്യത്തിൽ സെലിബ്രിറ്റികൾക്ക് ഇത്തരം പ്രൊട്ടസ്റ്റിനെ പിന്തുണക്കാനും പറ്റില്ല, പിന്തുണക്കാതിരിക്കാനും പറ്റില്ല. സൈബർ ആക്രമണത്തോട് നമുക്ക് യോജിപ്പില്ല. കാരണം ഇപ്പോൾ നടക്കുന്ന വിദ്യാർത്ഥി സമരം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ താല്പര്യമൊന്നുമല്ല. അത് ശരിക്കും ആവശ്യമായിട്ട് നമ്മൾ പിന്തുണക്കേണ്ട സമരമാണ്. അതുകൊണ്ടാണ് സിനിമാ മേഖലയിലുള്ള നല്ലൊരു പങ്കും ആളുകളും ആ സമരത്തിന് പിന്തുണച്ചത്. ആ സമയത്താണ് പേളിമണി ഒരു ഡബിൾ ഫാദർ സിൻഡ്രോം കളിച്ചത്. അതായത് പ്രൊട്ടസ്റ്റിനെ പിന്തുണക്കുന്നുണ്ട്, എന്നാൽ അവരോട് വീട്ടിൽ പോകാനും പറയുന്ന, എനിക്ക് ഇഷ്ടം കാവ്യാണെന്ന് പറയുന്നത് വിചിത്രമായ സമീപനം. ആ സമീപനം കണ്ടതോടുകൂടിയാണ് ആളുകൾ ചോദ്യം ചെയ്തത്. നെഗറ്റീവ് കമന്റുകളൊന്നും സഹിക്കാൻ പറ്റാതെ പേളിമണി തൻ്റെ അക്കൗണ്ടിലെ കമന്റ് ബോക്സിനെ ഓഫാക്കി വെച്ചിട്ടാണ്. എന്തായാലും സൈബർ ആക്രമണം അവസാനിപ്പിച്ചിട്ടില്ല. ഒരു കാര്യം പറയാം, പ്രൊട്ടസ്റ്റിനെ പിന്തുണച്ചവർക്കും പ്രൊട്ടസ്റ്റിനെ എതിർത്തവർക്കും സൈബർ ആക്രമണമാണ്. ഒരു കൂട്ടർ സംഘികളാണെങ്കിൽ മറുകൂട്ടർ ഇത് അനുകൂലിക്കുന്നവർ. സൈബർ ആക്രമണത്തിന് യാതൊരു കുറവില്ല. എന്തായാലും പേളിമണി ചെയ്ത് ശരിയായില്ല. ഒന്ന് സിബി മലയിൽ പേളിമാണിയെ പോലെ ഇത്രത്തോളം മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉള്ള ഒരാള് ഇങ്ങനെ ഒരു കാര്യം പറയരുതായിരുന്നു. കാരണം നമ്മളെല്ലാവരും ഇത് ഇപ്പോൾ ഈ ഒരു സമരം നടക്കുന്നത് ഒരു പാർട്ടിപരമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ആളുകൾക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല. നമ്മുടെ എല്ലാം സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ എല്ലാ കുട്ടികൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു സമരം നടത്തുന്നത്. അപ്പം നമ്മളെല്ലാം അതിനോട് അനുകൂലിക്കുകയാണ് വേണ്ടത്. അത് സെലിബ്രിറ്റീസ് ആയാലും ആരായാലും. അല്ലാതെ ഞാൻ അതിനോട് പ്രതികൂലിക്കുന്നു, നിങ്ങൾ എന്തിനാണ് അവിടെ പോയി അടികൊള്ളുന്നത് എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. അതാണ് എൻ്റെ അഭിപ്രായം.